സംശയം ഇവന് മുമ്പിൽ നിന്നത് സംശയം. ഈ കൊച്ചു ആരോട് സംസാരിക്കാൻ അവന് ഇഷ്ടമല്ലായിരുന്നു. ഒരു പ്രായത്തിന്റെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണോ 10 വയസ്സിൽ കൂടുതൽ? 10 വയസ്സിൽ കൂടുതൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. അതെനിക്ക് അറിഞ്ഞൂടാ മോനെ, നമ്മൾ അത്രയും ചോദിച്ചിട്ടില്ല. അന്നേരം ഇവിടെ തള്ളയൊക്കെ പറയട്ടെ അവന് സംശയം അവളെ. എന്നാൽ ഈ കൊച്ചിന് അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു കുഞ്ഞല്ല. അതാണ് വയസ്സ് നുള്ളി തികച്ചാണ് ഈ കല്യാണം നടത്തി കൊടുത്തത്. ഇവൻ ഒരു അമ്പലത്തിൽ വെച്ച് കിടക്കുമ്പോൾ അമ്പലത്തിലെങ്ങാണ്ടും വെച്ച് കണ്ട് ഈ കൊച്ചിൻ്റെ പുറകിന് നിന്ന് അങ്ങനെ ഇവരെ വീട്ടിൽ വന്ന് ചോദിച്ച് ഇവർ വീട്ടുകാരെല്ലാം എതിർത്തി കല്യാണം ഇവരെ കുടുംബമായിട്ട് അറിയാവുന്നതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് എന്നിട്ട് ഈ കൊച്ചു വാശി നീ ഈ കല്യാണം മതിയെന്ന്. കഴിഞ്ഞ ദിവസമാണ് ഷാർജയിലെ വീട്ടിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ അതുല്യ മരിച്ചത്. ആ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് നിരവധി സംശയങ്ങളുണ്ട്. രാവിലെ രക്ഷിതാക്കളൊക്കെ പറഞ്ഞത് അത് തന്നെയാണ്. അതുല്യയുടെ വീടിൻ്റെ നേരെ എതിർവശത്തുള്ള വീട്ടിലെ അമ്മയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവരൊക്കെ തന്നെ ഏറ്റവും സഹകരിച്ച് സന്തോഷത്തോടെ പോകുന്ന ഒരു കുടുംബമാണ്. അത് തന്നെയാണ് അവർക്ക് ആ വിഷമം സഹിക്കാൻ പറ്റാത്തതും. എപ്പോൾ വന്നാലും ഇവിടേക്ക് വരുന്നതാണല്ലേ? വരും വിളിക്കും, പറയും. നമ്മളെ കണ്ടില്ലെങ്കിൽ ഗേറ്റിനിട്ട് കയറിനോട്ട് ചോദിക്കും, ബേബിയെ കണ്ടില്ലല്ലോ എവിടെ പോയെന്ന് ചോദിക്കും. അതുവരെ ഞാൻ പള്ളിയിൽ പോയി, മഴ എവിടെ പോയി ഇവിടെ പോയെന്ന് പറയും. ഭയങ്കര സ്നേഹമുള്ള ഒരു കുഞ്ഞായിരുന്നു. കുഞ്ഞെ കൊന്നുകളെ പറയാൻ വയ്യ എനിക്കതൊന്നും. അതായത് വീട്ടുകാരും അതാണ് പറയുന്നത്, ഒരു കാരണവശാലും സ്വയം ചെയ്യത്തില്ല. എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഇതിന് മുമ്പ് ഇതിനേക്കാളും പീഡനങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 17 വയസ്സ് ഞാൻ പിടിച്ചു വെച്ച് അടിച്ചതാ. അന്ന് തൊട്ടേ അനുഭവിക്കുന്നത്. നിങ്ങളോട് പറയാൻ വയ്യാത്ത സംഭവമുണ്ട്. ഫസ്റ്റ് നൈറ്റിൽ നടന്ന സംഭവങ്ങളല്ല, ആ സംഭവങ്ങൾ വരെ ആ കുഞ്ഞ് അന്ന് തൊട്ട് എൻ്റെ കൂടെ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കും, മോളെ അന്നേന്ന് എനിക്ക് അവനെ വേണ്ടാന്ന് വിചാരിച്ചുകൂടായിരുന്നു എന്നെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേൾക്കാതെ അത് വീണ്ടും ഇയാളുടെ ഒരു പ്രശ്നമായിട്ട് അതുല്യ പറയുന്നത്. ഇത്രയും ഉപദ്രവിക്കാൻ ഒരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമോ? കൂടിയ കുപ്പിയാന്ന് മദ്യങ്ങളാന്ന് എടുക്കുന്നത് എന്നാ ഇവള് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, ഇവള് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മദ്യപിച്ച് കഴിയുമ്പോൾ ഇവന്റെ മൈൻഡ് ഒന്ന് വേറെയാണെന്ന്. പിന്നെ ഇവനൊരു ഭ്രാന്തന്മാരുടെ രീതികളാണ് ഇവൻ കാണിക്കുന്നത്. ആ ഈ കൊച്ചിനെ ശരിക്കും ഉപദ്രവിക്കുക, അതിനകത്ത് വലിച്ചഴയ്ക്കുക, അങ്ങോട്ട് കൊച്ചിന്. പിന്നെ സംശയം ഇവന് മുമ്പിൽ നിന്നത് സംശയം. ഈ കൊച്ചു ആരോട് സംസാരിക്കാൻ അവന് ഇഷ്ടമല്ലായിരുന്നു. ഒരു പ്രായത്തിന്റെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണോ 10 വയസ്സിൽ കൂടുതൽ? 10 വയസ്സിൽ കൂടുതൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. അതെനിക്ക് അറിഞ്ഞൂടാ മോനെ, നമ്മൾ അത്രയും ചോദിച്ചിട്ടില്ല. അന്നേരം ഇവിടെ തള്ളയൊക്കെ പറയട്ടെ അവന് സംശയം അവളെ. എന്നാൽ ഈ കൊച്ചിന് അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു കുഞ്ഞല്ല. അതാണ് വയസ്സ് നുള്ളി തികച്ചാണ് ഈ കല്യാണം നടത്തി കൊടുത്തത്. ഇവൻ ഒരു അമ്പലത്തിൽ വെച്ച് കിടക്കുമ്പോൾ അമ്പലത്തിലെങ്ങാണ്ടും വെച്ച് കണ്ട് ഈ കൊച്ചിൻ്റെ പുറകിന് നിന്ന് അങ്ങനെ ഇവരെ വീട്ടിൽ വന്ന് ചോദിച്ച് ഇവർ വീട്ടുകാരെല്ലാം എതിർത്തി കല്യാണം ഇവരെ കുടുംബമായിട്ട് അറിയാവുന്നതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് എന്നിട്ട് ഈ കൊച്ചു വാശി നീ കല്യാണം മതിയെന്ന്. കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു അവിടെ നിരന്തരമായിട്ട്. അന്നേരം ഈ സ്ത്രീധനം എനിക്ക് തോന്നുന്നൊരു 50 പവനോട് അടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും പ്രശ്നം ഉണ്ടായതൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്. വീണ്ടും പ്രശ്നം ഉണ്ടായിരുന്ന കല്യാണം കഴിഞ്ഞ് കാറിലിരുന്ന് പോകുമ്പോൾ ഈ കൊച്ചു പറഞ്ഞാണ് എനിക്ക് അറിഞ്ഞൂടായ. ഇവള് പറയുന്ന ഇവൻ പറഞ്ഞാണ് കാറിൻ്റെ മുൻ സീറ്റിലിരുന്നിട്ട് എന്തോ നിൻ്റെ വീട്ടുകാർ എനിക്ക് എന്തോ തന്നു സ്വർണ്ണം എന്നൊക്കെ ചോദിച്ചെന്ന്. 50 പവൻ്റെ സ്വർണ്ണം കൂട്ടുമോനെ, അത്രയും ദേഹത്ത് കിടക്കുന്ന കുഞ്ഞിനോട് അന്ന് അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് അത് പറയുന്നു. അത് നമ്മൾ കേട്ടില്ലല്ലോ. അത് പറഞ്ഞോ. ഈ മറ്റൊരു കാര്യം, വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മകളെ സ്നേഹിച്ച് ജീവിക്കണം, ഒരു ജോലി നേടണം, പിന്നെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ ആയിരുന്നു ഇതിന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കൊച്ച. പറഞ്ഞു മനസ്സിലായോ? അവളിൽ പാറ്റായ പോലെ പറന്നു കിടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇത്രയും ഉപദ്രവം കൊണ്ടാലും ഇവക്കൊരു പേടിയില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഒരു മോളുണ്ടായിരുന്നു. ഈ ഉപദ്രവിക്കുന്ന ഒരേ കാര്യങ്ങൾ പറഞ്ഞ മക്കളെ നിങ്ങൾ ആരും കേട്ടിരിക്കത്തില്ല അവൻ ചെയ്യുന്ന വേലകൾ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ ഇട്ടിട്ട് പോരേടി, നീ ഇട്ടിട്ട് പോന്നിട്ട് നീ ഇവിടെ എവിടെയെങ്കിലും ഒരു കൊച്ചു ജോലി കടയിൽ ചെന്നാലും 10,000 രൂപ കിട്ടി നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേട്ടില്ലത്. വീട്ടുകാരും അത് പറഞ്ഞതാണ്, അവർക്കും ഒരു വിഷമമാവുന്നത്. എന്നിട്ടും കേൾക്കാതെ നിന്നു എന്നുള്ളത്. ആര് പറഞ്ഞ ഇതാ അവന്റെ പണി. പിണങ്ങി നിൽക്കുമ്പോൾ ഇവനെന്താ ചെയ്യുന്ന പണി, ഈ കൊച്ചിനെ എവിടെങ്കിലും വിളിപ്പിച്ചിട്ട് ഇവന്റെ കാലയിൽ അങ്ങ് വീഴും. അതിലേ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല, ഇനി യാതൊരു പ്രശ്നമില്ല, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റും വരത്തില്ലെന്ന് പറയും. അതാ ഉണ്ടോ. അന്നേരമാണ് ഈ കൊച്ചിനെ കൊണ്ടുചെന്ന് ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി അവൻ കാര്യമായിട്ട് ഇപ്പോൾ കൂട്ടി 2 വർഷത്തെ വിസ ആണെന്ന് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അവൻ കൊല്ലണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചായിരിക്കും ഇതിനെ കൊണ്ടുപോയത്. അല്ല നമ്മൾ ആ വീഡിയോ കണ്ടില്ലേ മോനെ, കണ്ടപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. വെപ്രാളപ്പെട്ടി ഞാൻ ഓടി വന്ന് കട്ടിലേ കിടന്ന് നിലവിളിയായിരുന്നു നേരം. എനിക്ക് അത് കണ്ട് കേട്ട് നിൽക്കാൻ വയ്യ. എന്തുവാ മോനെ, ഞാനും ഒരു അമ്മയാണ്, ഞാനും ഒരു മോളെ പ്രസവിച്ച് വളർത്തി കെട്ടിച്ച് വിട്ടതാ. വീഡിയോ ഒക്കെ കണ്ടായിരുന്നോ? കാര്യം ഞങ്ങൾക്കൊന്നും കണ്ടപ്പോൾ ഞാനിവിടെ കിടന്ന് എനിക്ക് വെപ്രാളം പോയി, മാനസികമായിട്ട് ഞാനങ്ങ് വിഭ്രാന്തി പോലെ ആയിപ്പോയി. എനിക്കത് കണ്ട് നിൽക്കാൻ പറ്റിയില്ല. മൊത്തം ഫുള്ളും കാണാൻ പറ്റിയില്ല. കസേര എടുത്ത് നിൽക്കുന്ന രംഗം വരെ ഞാൻ കണ്ടോളൂ. ഓടി ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി.
അതാണ് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടു നിൽക്കാൻ കഴിയില്ല. ഈ അമ്മയോടൊപ്പം പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. കാര്യം വീട്ടിലേക്ക് വരുമ്പോൾ അത്രത്തോളം വേദന ഉണ്ടാകുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും ഷെയർ ചെയ്യുന്നത്. അത് തന്നെയാണ് അവർക്കും അതായത് വീട്ടുകാരൊക്കെ പറഞ്ഞ് ഇവിടെ നിർത്താൻ ശ്രമിച്ച് അതുപോലെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് ഇവരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.